വിവാഹ രംഗത്തെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവായ ചില പരാമർശങ്ങളും ചില വശങ്ങളിലേക്കുള്ള സൂചനകളുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം നൽകിയത്. അതൊരു വിഷയാവതരണത്തിൻ്റെ അടുക്കും ചിട്ടയും പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതല്ല. അങ്ങനെ സമീപിക്കാതിരിക്കാൻ കാരണം അപ്പോൾ വിഷയം വളരെ വലുതാണ്, പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, ചില വശങ്ങളെപ്പറ്റി ഇപ്പോൾ പറയുന്നു, വേറെ പലതിനെപ്പറ്റിയും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ആ വിഷയങ്ങളുടെ തന്നെ ഒരു പരമ്പര അല്ല, ഇടയ്ക്കിടെ വിവിധ വശങ്ങൾ ഉണർത്തപ്പെടലാണ് അതിലെ പ്രയോജനപരം കൂടുതൽ എന്ന ഒരു നിലപാടിലാണ് പലപ്പോഴും പലരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ ഖുതുബ കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അതിലെ ഒരു പരാമർശത്തെക്കുറിച്ച് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയായിരിക്കാം അന്വേഷിച്ചു. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് തുടങ്ങുന്നത്. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നിക്കാഹ് ആണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത്ര മഹാസംഭവമൊന്നുമല്ല, കാര്യം വളരെ ലളിതമാണ്. അതായത് വലിയ വരൻ, പുരുഷന്മാരായ രണ്ട് സാക്ഷികൾ, ഇത്രയും ഉണ്ടായാൽ നടക്കുന്ന കാര്യമാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാണ് ഇസ്ലാമിൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് ഓരോരുത്തരും കാലെടുത്തു വെക്കുന്നതിൻ്റെ അസ്ഥിവാരം ഇതാണ്. ഇത് വളരെ ലളിതമാണ്. ഇത് എല്ലാ ആളുകളും, ധനികനും ദരിദ്രനും അഭ്യസ്തവിദ്യനും സാധാരണക്കാരനും എല്ലാ ആളുകളും ജീവിതത്തിൽ ഇതിലൂടെ കടന്നു പോകേണ്ടവരായതുകൊണ്ട് ഇതൊരു വലിയ കടമ്പയായിട്ടല്ല, ഇത് സുഖകരവും ലളിതവുമായ ഒരു സംവിധാനമായിട്ടാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അതല്ല വിഷയം, ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും പല ചെക്ക് പോസ്റ്റുകളും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്, പല ആചാരങ്ങളും വന്നിട്ടുണ്ട്, പല സമ്പ്രദായങ്ങളും അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവം ഒരു വലിയ സങ്കീർണമായ പ്രശ്നമായി തീരുകയും പ്രശ്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. നിക്കാഹ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രശ്നം മാത്രമല്ല, പ്രശ്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത്തരം സംഗതികളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ വിവാഹം, നിക്കാഹ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ അതുവരെയും നിഷിദ്ധമായ പലതും അനുവദിക്കപ്പെടുകയാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടപഴകുന്നതിൽ അതുവരെയും നിഷിദ്ധത നിലനിന്നിരുന്ന പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ആ നിഷിദ്ധത നീങ്ങുകയാണ്. ഈ ഒരാൾ പറയുകയും മറ്റൊരാൾ സ്വീകരിക്കുകയും രണ്ട് സാക്ഷികൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ. കാര്യം വളരെ ലളിതമാണെങ്കിലും അതിൻ്റെ ഫലം വളരെ വലുതാണ്. അതിന് അള്ളാഹു നൽകിയ സ്ഥാനം ആ അർത്ഥത്തിൽ തന്നെ പവിത്രവും പ്രാധാന്യമുള്ളതുമാണ്. അതാണ് പ്രവാചകന്മാരുടെ കരാറിന് തുല്യമായ കരാർ, അതേ വാക്കെടുത്തുകൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ച കരാർ എന്ന് നാം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നിക്കാഹിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ട് ഒരല്പം ആശ്വാസമുണ്ട്. യഥാർത്ഥത്തിൽ തന്നെ ഒരല്പം പക്വത എത്തുന്നതിന് മുമ്പ് ഈ ചെറുപ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് തള്ളിയിടുന്നതോ വലിച്ചിഴക്കുന്നതോ ഒരിക്കലും തന്നെ ആരോഗ്യകരമായ ഒരു കുടുംബജീവിതത്തിനും ആരോഗ്യകരമായ ഒരു സമൂഹ നിർമ്മിതിക്കും പര്യാപ്തമായ മാർഗമേ അല്ല. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ അപക്വതയോടെ അവർ ഒരു അന്യ കുടുംബത്തിൽ ചെന്ന് ഇടപഴകുമ്പോൾ അവിടെ വെച്ച് കുറ്റവും കുറവും നോക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരോ ജനിക്കപ്പെട്ടവരോ ആയ ആളുകളുടെ മുമ്പിൽ ഈ കുട്ടിയുടെ പെർഫോമൻസ് വലിയ പ്രശ്നമാണ്. നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം, ശൈശവം എന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് 18 വയസ്സ്
ആകുന്നതിന് കുറച്ചൊക്കെ പക്വത എത്തുന്നതിന് മുമ്പുള്ള വിവാഹങ്ങളെയാണ്. അല്ലാതെ രാജസ്ഥാനിലും മറ്റും നടക്കുന്ന ശൈശവ വിവാഹമല്ല. അവിടെ 3-4 വയസ്സായ കുട്ടികളെ കെട്ടിക്കുന്ന പരിപാടിയാണ്. അമ്മാതിരിയൊരു വൃത്തികേടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ സമുദായത്തിലില്ല. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് മനുഷ്യരിലേക്ക് ഇറങ്ങി ആളുകളുമായിട്ട് ഇടപഴകി ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മളാകെ കൂടി സ്തബ്ധമായി പോകും. അത്രമാത്രം ഭീകരമാണ്. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹം 2 കുടുംബങ്ങൾ തമ്മിൽ ഇവരുടെ മകനെ അവരുടെ മകളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിനും അവർ പരസ്പരം ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലൊരു ധാരണയുണ്ടാകുന്നു. ഇങ്ങനെ ധാരണയുണ്ടാകുന്നതിന് ഒരു തകരാറുമില്ല. ഇങ്ങനെ ധാരണ പാടില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഏതോ 2 കുടുംബങ്ങൾ തമ്മിൽ ധാരണയാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുവരെയും ഈ 2 യുവതീ യുവാക്കൾക്ക് നിഷിദ്ധമായിരുന്നതെല്ലാം അനുവദനീയമായി എന്ന് ഈ 2 കുടുംബങ്ങളും മനസ്സിലാക്കുന്നുവെങ്കിൽ അത് അപകടകരമാണ്. ആ ധാരണയ്ക്ക് ശേഷം ഒരു 2 കൊല്ലം ഈ ആണും പെണ്ണും ഈ 2 കുടുംബത്തിലെയും ഈ യുവതീ യുവാക്കൾ ഇണകളെപ്പോലെ എന്ന് പറഞ്ഞുകൂടാ, പരസ്പരം വിവാഹം നിഷിദ്ധമായ 2 ആളുകൾ തമ്മിലുണ്ടാകേണ്ട അകലം കാത്തു സൂക്ഷിക്കാതെ അവരിടപഴകുന്നുവെങ്കിൽ അത് അനിസ്ലാമികമാണ്. അതിലേക്ക് ഈ 2 കുട്ടികളെയും തള്ളിവിട്ടത് ഈ രക്ഷിതാക്കളാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ രക്ഷിതാക്കൾ ഉത്തരവാദികളായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. രക്ഷിതാക്കളോട് എന്താ അള്ളാഹു പറയുന്നത്? നിങ്ങളുടെ തടി നരകത്തിൽ നിന്ന് കാക്കണം എന്ന് മാത്രമല്ല, ഖൂ അൻഫുസകും വഅഹ്ലീകും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാക്കണം. എന്നിട്ട് നരകാഗ്നിയുടെ ആ ഭയവിഹ്വലതയെ പറ്റി തുടർന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ ധാരണയാകാം, പക്ഷേ ഈ ധാരണ ഈ കുട്ടികൾക്ക് പകർന്നു നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെ അറിയിക്കാതെയാണ് ഈ ധാരണയെങ്കിൽ ആ ധാരണയ്ക്ക് പിന്നെ എന്ത് നിലനിൽപ്പാണ്? അവരെ അറിയിക്കുകയും അവർ തമ്മിൽ കാണുകയും ചെയ്ത ശേഷം പ്രായം തികഞ്ഞില്ല എന്ന ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ധാരണയെങ്കിൽ ആ ഒരു ഗൗരവത്തോടെ ഈ വിഷയത്തെ ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും മനസ്സിലാക്കുകയും തുടർ നിലപാടുകളിൽ സമീപനം അങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതല്ലാതെ അവർ ഓഫ്ലൈനോ ഓൺലൈനോ ആയി തമ്മിൽ ഇടപെടുകയും ആശയവിനിമയങ്ങൾ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു വഴിയിലേക്ക് അവരെ തുറന്നു വിടാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയത് എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ 2 കുടുംബങ്ങൾ തമ്മിൽ ധാരണയാകുന്നതിന് തകരാറില്ല. ആ ധാരണ ഇസ്ലാമിക ദൃഷ്ട്യാ വിവാഹബന്ധത്തിന്റെ സ്ഥാനത്തല്ലാത്തത് കൊണ്ട് നിക്കാഹ് നടക്കുന്നത് വരെ ഈ 2 ആളുകളും പൂർണ്ണമായും അന്യരാണ് എന്ന നിലപാടിൽ തുടരാൻ ബാധ്യസ്ഥരാണ്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ധാരണയുടെ കാര്യമായാലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ധാരണയുടെ കാര്യമായാലും ഈ വശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനപ്പുറം കണ്ടുവെക്കുന്നതിനോ പറഞ്ഞു വെക്കുന്നതിനോ ഒരു 4 മാസത്തെ അവധിക്ക് വിവാഹം നീട്ടി നിശ്ചയിക്കുന്നതൊന്നും ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ല. അത് നമ്മളുടെ ഒരു ദുന്യാ കാര്യമാണ്, നമുക്ക് ഉചിതമായ രീതിയിൽ ചെയ്യാം. പക്ഷേ ആ ദുന്യാ കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ അതിലൊരു ദീൻ ഉണ്ടാകും. ഏത് ദുന്യാ കാര്യത്തിലും ഒരു ദീനുള്ളതുപോലെ ആ ദീൻ ഈ പറയപ്പെട്ടതാണ്. അത് പാലിച്ചുകൊണ്ടല്ലാതെ ആ കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യരുത്. ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്നത് ഇത്തരം ധാരണകൾ, നീട്ടി നിശ്ചയിക്കലുകൾ. അത് എന്ന് നടന്നോ അന്നു മുതൽ ഇവർ തമ്മിലുള്ള ഇടപഴകലുകൾക്ക് യാതൊരു നിയന്ത്രണവും വെക്കുന്നില്ല എന്നുള്ളതാണ്. അവർ അനുവദനീയമായവരായിരിക്കുന്നു പരസ്പരം എന്ന മട്ടിലാണ് രക്ഷിതാക്കൾ പോലും കാണുന്നത്. എന്നിട്ട് തൻ്റെ മകളെ ഒരു വരൻ വന്ന് ഇഷ്ടപ്പെട്ട തൻ്റെ മകൾക്ക് ആ മകന്റെ കയ്യിൽ ഭാവിയിലെ ഇവളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും അതിന്റെ സിം കണക്ഷനും ഒക്കെ വാങ്ങിയിട്ട് ഈ മകൾക്ക് കൊണ്ടുവന്ന് ഹദിയ പോലെ കൊടുക്കുന്നത് രക്ഷിതാവ് തന്നെയാണെന്ന് വരുമ്പോൾ എന്ത് സംസ്കാരമാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഇത് വളരെ ഗൗരവപ്പെട്ട വശമാണ്. അതേപ്പറ്റി ചിന്തിക്കണം. അത്രമാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനപ്പുറം നീട്ടി നിശ്ചയിക്കലുകളോ പറഞ്ഞുവെക്കലുകളോ പരസ്പര ധാരണകളോ ആകാവുന്നതാണ്. പക്ഷേ ആ ധാരണകളൊന്നും ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒന്ന് അനുവദിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനമല്ല. ആ അടിസ്ഥാനം നിക്കാഹ് മാത്രമാണ്. അതെപ്പോൾ നടക്കുന്നുവോ അന്നു മുതലാണ് അവൾ ഇണകളാകുന്നത്. ഈ ഒരു വശം നമ്മൾ പരിഗണിക്കണം. ഇത്രയേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വിവാഹം വളരെ ലളിതമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇസ്ലാമിക സമൂഹത്തിൽ വിവാഹം വളരെ ലളിതമാണ്.
അതേസമയം അനിസ്ലാമിക സമൂഹത്തിന്റെ മുഖം വിവാഹം വളരെ ലളിതമാണ് എന്ന് മാത്രമല്ല, വിവാഹേതര ശാരീരിക ബന്ധങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾക്ക് ഉള്ള സാധ്യത വളരെ വളരെ കുറവുമാണ്. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വഭാവം. അതിനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹമുള്ളത്. അങ്ങനെ ഒരു സമൂഹത്തിലല്ല നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ജാഹിലിയ സമൂഹത്തിന്റെ, ഈ ആധുനിക, ഈ മോഡേൺ സൊസൈറ്റിയുടെ എല്ലാ വൃത്തികേടുകളും സ്വാധീനിച്ച ഒരു കൂട്ടത്തിൽ നമ്മളും എന്നതാണല്ലോ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. അതല്ലാതെ നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിക്കുകയും നമ്മളുടെ സാംസ്കാരികവും വിശ്വാസപരവും ധാർമ്മികവും സദാചാരപരവുമായ ചട്ടക്കൂടിനകത്ത് കാര്യങ്ങൾ തീരുമാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ള ഒരു വിഭാഗമല്ല നമ്മൾ. കുറേ സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഒരു സമുദായമാണ്. നിർഭാഗ്യവശാൽ അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ സമുദായത്തിലെ എല്ലാ മാലിന്യങ്ങളും നമ്മൾ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ, വിവാഹത്തിൽ മാത്രമല്ല, ഈ ജീവിതത്തിന്റെ മുഴുവൻ ഇടപാടുകളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഈ ജാഹിലിയ സമൂഹത്തിന്റെ എല്ലാ ജീർണതകളും നമ്മളിലേക്കും കടന്നു വരും. ഇഷ്ടം പോലെ ഉദാഹരണം പറയാം. ഇപ്പോൾ അത് പറയേണ്ട സമയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ജീർണതകൾ കടന്നു വരിക എന്നത് വിവാഹരംഗത്തും സംഭവിക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇസ്ലാമിൽ വിവാഹം വളരെ എളുപ്പമാണ്. വ്യഭിചാരം ഉൾപ്പെടെയുള്ള അധാർമിക പ്രവൃത്തികൾ വളരെ പ്രയാസകരമാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ഈ രാജ്യത്തിലെ പൊതുവായ സാമൂഹിക ചുറ്റുപാടെന്താണ്? ഇവിടെ വിവാഹം വളരെ വളരെ പ്രയാസകരവും വ്യഭിചാരം വളരെ എളുപ്പവുമാണ്. അപ്പൊ ഇസ്ലാമിൽ വിവാഹം വളരെ എളുപ്പവും വ്യഭിചാരം പ്രയാസകരവുമാണെങ്കിൽ, ഇന്നത്തെ ഈ സമൂഹത്തിൽ വിവാഹം വളരെ സങ്കീർണവും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളുടെ സാധ്യത വളരെ എളുപ്പമുള്ളതുമാണ്. കാര്യങ്ങൾ തല കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഇത് സങ്കീർണമാക്കുന്നതിൽ ആരൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ട്? ഇത് സങ്കീർണമാക്കുന്നതിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലളിതമാക്കി തന്ന ഈ സംവിധാനത്തെ സങ്കീർണമാക്കുന്നതിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നു, ഇന്ന സാധനം എന്തോ, ഒരു വിലപിടിപ്പുള്ള എന്തോ ഒന്ന്, അതൊരു വലിയ സ്വർണ്ണക്കട്ടയാകണമെന്നൊന്നുമില്ല, എന്തുമാകാം. ഒരു നിർണിത സാധനത്തിന് പകരം എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് ഒരു രക്ഷിതാവ് വലിയ പറയുന്നു. അത് ഞാൻ സ്വീകരിച്ച് തൃപ്തിപ്പെട്ടു എന്ന് വരൻ പറയുന്നു. ഈ രണ്ട് വാക്കോടുകൂടി ഒരു വലിയ കരാർ നടക്കുകയാണ്. അതിന് പിന്നെ രണ്ട് സാക്ഷികൾ വേണം. വിവാഹം പരസ്യപ്പെടുത്തപ്പെടണം. ഈ രണ്ട് സാക്ഷികളില്ലാതെ ഒരാണും ഒരു പെണ്ണും സാക്ഷിയായിക്കൊണ്ട് ഒരു വിവാഹം നടന്നതായിട്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വിവാഹത്തിന് ശേഷം, നിങ്ങൾ ഈ നിക്കാഹിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരുന്നുവെങ്കിൽ, രണ്ട് പുരുഷന്മാർ, ബുദ്ധിയും പ്രായപൂർത്തിയും സ്വതന്ത്രരുമായ, ബുദ്ധിയുള്ള പ്രായപൂർത്തിയുള്ള സ്വതന്ത്രരായ രണ്ട് പുരുഷന്മാർ സാക്ഷിയാകാതെ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും സാക്ഷിയാക്കി നിക്കാഹ് നടത്തിയിട്ട് ഇവർ ദാമ്പത്യത്തിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ ഈ രണ്ടുപേരുടെ മേലും ഞാൻ വ്യഭിചാരികൾക്കുള്ള ശിക്ഷ നടപ്പാക്കുമായിരുന്നു എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, റിപ്പോർട്ടുകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ രണ്ട് സാക്ഷി വേണം. പിന്നെ വേറെ ചില നിബന്ധനകൾ പറയാറുണ്ട്. അതിലെ ഒരു നിബന്ധന ഞാൻ കഴിഞ്ഞ ആഴ്ച പരാമർശിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇണ ഏതാണെന്ന് നിർണ്ണയിക്കണം. കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് കുറഞ്ഞ് പറഞ്ഞതാണ്. ഒന്നാമത്തെ ഷർത്ത് ഇണയെ നിർണ്ണയിക്കണം. ഒരാൾക്ക് 4 മക്കളുണ്ടെങ്കിൽ അതിലേത് എന്ന് നിർണ്ണയിക്കണം. രണ്ടാമത്തെ ഷർത്ത്, ഇവർ തമ്മിലുള്ള തൃപ്തി വേണം, കണ്ട് ഇഷ്ടപ്പെടണം. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണൽ എന്നല്ല, ഇണകൾ പരസ്പരം കാണൽ എന്നതാണ് ഇസ്ലാമിലെ ഈ പെണ്ണ് കാണൽ എന്ന പ്രക്രിയയുടെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ സ്ത്രീക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് വഴിതെറ്റി മറ്റ് പല രീതിയിലേക്കും പോകുന്നതിനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരാമർശിച്ചു. മൂന്നാമത്തെ ഷർത്ത്, ഒരു വലിയ വേണം, വലിയുണ്ടാകണം, വലിയന്റെ അനുവാദം വേണം. ലാ നിക്കാഹ ഇല്ലാ വലിയിൻ, വലിയ കൂടാതെ നിക്കാഹില്ല. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ വലിയന്റെ അനുവാദം കൂടാതെ വിവാഹം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു. വലിയ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ആളാരാണോ അയാൾ,
പിതാവുണ്ടെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നവർ. ആരും ആ കുട്ടിക്കില്ലാത്ത ഒരു തികച്ചും അനാഥ പെൺകുട്ടിയാണെങ്കിൽ അന വലിയുല്ല വലിയലഹ, ഒരു വലിയുമില്ലാത്തവരുടെ വലിയാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ മഹല്ലുകളുടെ ചുമതലയുള്ളവർ, ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഭരണാധികാരികൾ, നമ്മുടെ ശറഹുൽ അഖീദ അൻ-നസഫിയ്യ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന ശറഹുൽ അഖീദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാമിന്റെ ചുമതല പറഞ്ഞിടത്ത് വലിയില്ലാത്ത യുവതികളുടെ വിവാഹം ഈ വലിയിന്റെ ചുമതലയിൽ എണ്ണിയത് കാണാവുന്നതാണ്. അപ്പോൾ ഒരു വലിയ എന്തായാലും ഉണ്ടാവും, ആ വലിയിന്റെ അനുവാദം വേണം. കാര്യങ്ങളൊക്കെ റെഡിയാണ്. വലിയ ആ കുടുംബത്തിനെ തീരെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ പെൺകുട്ടി കെട്ടിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ പല ദുഷ്ടലാക്കമുള്ള ഈ വലിയിന് സമ്മതമല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ കണ്ണീര് കുടിപ്പിക്കണം എന്ന നിലക്ക് അവർ സമ്മതം നൽകുന്നില്ലെങ്കിൽ നടക്കാതെ പോകുന്ന സങ്കീർണതയൊന്നുമുള്ളതല്ല ഈ വലിയന്റെ സ്ഥാനം. ആ കാര്യം പഠിച്ചാൽ വളരെ പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കാൻ, ആ വലിയിനെയും മറികടന്ന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഇസ്ലാമിൽ വേറെ വകുപ്പുണ്ട്. ഞാൻ ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയൊന്നും ഒരു വലിയ വിചാരിച്ചാൽ കാര്യങ്ങൾ മൊത്തം മുടക്കാൻ കഴിയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള വലിയാണെങ്കിൽ അയാളുടെ വാക്കുകൾക്കും അയാളുടെ അസ്തിത്വത്തിനും വലിയ വിലയുണ്ട്. അപ്പൊ ഈ വലിയന് സ്ഥാനം ഉണ്ടാകണമെങ്കിൽ, ഇപ്പോൾ പ്രേമവിവാഹം നടക്കുമ്പോൾ വല്ലോൻ്റെയും കൂടെ ഈ പെണ്ണ് ഇറങ്ങിപ്പോകും എന്ന അവസ്ഥ വരികയാണ്. ഏതോ സമുദായത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. മുസ്ലിം സമുദായത്തിലെ ദീനുള്ള കുടുംബങ്ങളിൽ ഈ അവസ്ഥ വരികയാണ്. ഇയാൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിർബന്ധിതനാവുകയാണ്. എല്ലാ വശവും പരിഗണിച്ചിട്ട് അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം. ഉചിതമായ തീരുമാനമെടുക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതിൽ ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാവായ ഓരോരുത്തരും ഇതിൽ മനസ്സിലാക്കേണ്ടത്, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ അവൻ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഞാൻ നിശ്ചയിച്ചു കൊടുക്കുന്ന വരനെ അവൾ വരനായിട്ട് ഇഷ്ടപ്പെടണം. ഈ വലിയന്റെ അധികാരം ഇങ്ങനെ വിവാഹം വരുന്ന ആ ദിവസം പ്രത്യക്ഷപ്പെടുന്ന അവകാശമല്ല, അധികാരമല്ല. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആയ മക്കളോട് ഈ രക്ഷിതാക്കൾക്കുള്ള സമീപനം എന്താണ്, ബന്ധം എങ്ങനെയാണ്, അവരെ വിശ്വാസത്തിലെടുക്കുകയും ഇദ്ദേഹത്തിൽ എൻ്റെ എന്ത് കാര്യവും ഇദ്ദേഹത്തോട് പറയാൻ പറ്റും എന്ന വിധത്തിൽ കുട്ടികളോട് നമുക്ക് ഒരു നല്ല ഒരു സുതാര്യമായ ഒരു ആശയവിനിമയത്തിന്റെ തലമുണ്ടോ? അവരുടെ വിഷമങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? അവരുടെ ബന്ധങ്ങളിൽ പെട്ടുപോകാവുന്ന അപകടങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അവരുടെ തികഞ്ഞ ഗുണകാംക്ഷിയാണ് നമ്മളെന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ ബോധ്യപ്പെടുത്താൻ ഒരു രക്ഷിതാക്കൾക്ക് കഴിയുന്നുണ്ടോ? ഇത് വളരെ പ്രധാനമാണ്. അല്ലാതെ നിക്കാഹിന്റെ ദിവസം വലിയന്റെ സ്ഥാനം എനിക്കാണ് എന്ന് കരുതി ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാതെ ഒരാൾ നടന്നാൽ അയാളുടെ കയ്യിൽ കാര്യങ്ങൾ പിടിയിലൊതുങ്ങിക്കൊള്ളണമെന്നില്ല. വിശേഷിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ രക്ഷിതാക്കളും ഈ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്താന പരിപാലനം എന്ന് പറയുന്ന വേറൊരു വശത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടി വരും എന്ന് ഞാൻ പറയുകയാണ്. അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. അതൊരു വലിയ വിഷയമാണ്. അതിൻ്റെ ചില വശങ്ങളെപ്പറ്റി മുമ്പൊരു ഖുതുബയിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത അത്രക്ക് വലിയ ഒരു ഉത്തരവാദിത്തമാണ് മക്കളെ ഇസ്ലാമികമായി വളർത്തുക എന്നുള്ളത്. അവരോടുള്ള അങ്ങനെ ഒരു സ്ഥാനം ഈ മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള സഹവാസത്തിലും അവരുടെ സംസ്കരണത്തിലും അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സെറ്റ് ചെയ്യുന്നതിലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ക്രമീകരിക്കുന്നതിലും ഈ രക്ഷിതാക്കൾ നേടിയെടുക്കണമെങ്കിൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം യഥാവിധി നിർവഹിക്കുന്നവനെ ഈ വലിയ എന്ന നിലക്ക് തൻ്റെ സ്ഥാനവും തൻ്റെ താല്പര്യവും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. പക്ഷെ കുടുംബ ജീവിതം എന്ന് പറയുന്നത് എവിടെ നിന്നോ മുമ്പൊരിക്കൽ എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇന്റർ കൾച്ചറൽ മാരേജ് എന്ന് പറഞ്ഞാൽ പലസ്തീനി പെണ്ണിനെ കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെയോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഇപ്പൊ ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആണല്ലോ, ഒരു ആഗോള ഗ്രാമം. അപ്പോൾ ഈ ആഗോള ഗ്രാമത്തിന്റെ അലഞ്ഞു നടത്തത്തിനിടയിൽ അത് ഓൺലൈനാണ്, അലഞ്ഞു നടത്തത്തിനിടയിൽ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ എന്താണ് തകരാറ്? വിശുദ്ധ ഖുർആനിൽ ആകെ ഒരു വിവാഹമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് ഒരു ഇന്റർ കൾച്ചറൽ മാരേജ് അല്ലേ എന്നാണ് അവൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ചു, ഖുർആനിൽ ഒരു മാരേജേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആരാ എന്നോട് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ ഒരു വൃദ്ധനായ ഒരു നല്ല മനുഷ്യനോ അവരുടെ 2 പെൺകുട്ടികളുടെ ഒരു കഥ സൂറത്ത് ഖസസിലുണ്ട്. അതാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു മാരേജ് അല്ല പറഞ്ഞിട്ടുള്ളത്, ഒരു വിവാഹത്തെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സവ്വജ്നാകഹ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സെയ്ദും സൈനബും തമ്മിലുള്ള വിവാഹത്തെ പറ്റി സെയ്ദിന്റെ ഭാര്യയെ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തതിനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ 2 വിവാഹമുണ്ട്.
അപ്പോൾ ഒന്നാമത്തത് പഠിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനസ്സിലാക്കി പഠിച്ചല്ല. അപ്പോൾ ഓൻ പറഞ്ഞു ഏതോ ഒരു ഓൺലൈൻ അതിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. എന്തായിരുന്നാലും ഇരിക്കട്ടെ. അപ്പം നമ്മൾ എവിടെ നിന്ന് വിവരങ്ങൾ ആർജിക്കുന്നു എന്നത് പ്രധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഈ ഇണകളുടെ ശാരീരിക ബന്ധം എന്ന ഒരു മിനിമം പരിപാടിയിൽ നിക്ഷിപ്തമല്ല കുടുംബജീവിതം. ഇണകൾക്ക് രണ്ടുപേർക്കും മാതാപിതാക്കളുണ്ട്. ഈ മാതാപിതാക്കൾക്ക് വളരെ അടുത്ത കുടുംബങ്ങളുണ്ട്. ഈ അടുത്ത കുടുംബങ്ങൾക്ക് എല്ലാവരും കൂടി സഹകരിച്ചും സഹവസിച്ചും ജീവിക്കുന്ന ഒരു സാമൂഹിക സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത്. മറ്റേത് ലോകം ആഗോള ഗ്രാമമാണ് എന്ന് പറയുമ്പോൾ പറയാൻ സുഖമാണെങ്കിലും പ്രയോഗതലത്തിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഓരോരുത്തരും എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു ഇണയെ കണ്ടെത്താൻ, ദീനിയായിരിക്കും ആ പെണ്ണ്, ഇണയെ കണ്ടെത്താൻ തുടങ്ങിയാൽ അവർക്ക് ഈ പറഞ്ഞ ഇസ്ലാമിക കുടുംബജീവിതത്തിന്റെ മുഴുവൻ സെക്യൂരിറ്റിയും മുഴുവൻ സുരക്ഷയും മുഴുവൻ സുരക്ഷയും ലഭിക്കുകയില്ല, മുഴുവൻ ബാധ്യതകളും നിറവേറ്റാൻ സാധിക്കുകയില്ല എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അറിവ്, മാതാപിതാക്കളുടെ സമ്മതം എന്ന് പറയുന്നത് ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ആർജിച്ചെടുക്കാൻ പറ്റുന്ന വിധം മാതാപിതാക്കൾ നിലകൊള്ളണം. അപ്പോൾ ആ രണ്ട് വശങ്ങളിലും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് ബാക്കി നമ്മളുടെ ദൈനംദിന കുടുംബജീവിതം എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് മൂന്നാമത്തെ ഒരു കാര്യം വലിയ വേണം, വലിയന്റെ അനുവാദം എന്നതാണ്. നാലാമത്തെ സംഗതി, നിക്കാഹിന്റെ നാലാമത്തെ ഷർത്ത് 2 സാക്ഷികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. 5ാമത്തെ ഷർത്ത് പണ്ഡിതന്മാർ എല്ലാ രേഖകളിലും പറഞ്ഞിട്ടുള്ളത് വിവാഹം നിഷിദ്ധമായവളാകാൻ പാടില്ല ഈ വധു എന്നുള്ളതാണ്. കുടുംബ ബന്ധത്തിലൂടെയോ മുലകുടി ബന്ധത്തിലൂടെയോ വിവാഹം നിഷിദ്ധമായ ഒരു സ്ത്രീയുമായി വിവാഹം സഹിയാവുകയില്ല എന്നതാണ് ഒരു നിബന്ധന. അപ്പൊ ഈ നിബന്ധനകളൊക്കെ വളരെ ലളിതമാണ്. ഈ കർമ്മം വളരെ സുഗമമാണ്. ഈ സുഗമമായ കർമ്മത്തെ സങ്കീർണമാക്കുന്നതിലെ ഒരു ഘടകം സാമ്പത്തികമായ പരിഗണനയാണ്. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് കുടുംബങ്ങളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. അതേപ്പറ്റി വിസ്തരിച്ചു പറയാൻ ഇവിടെ സന്ദർഭമില്ല. അതിന്റെ അപകടത്തെക്കുറിച്ച് രക്ഷിതാക്കളും അതുപോലെ തന്നെ വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത യുവാക്കളും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. കാരണം എന്തെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ നമ്മോട് കൽപ്പിക്കുകയാണ്. ഈ കൽപ്പന എങ്ങനെയാ, ഇതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഖുർആനായത്തുകൾ, ഖുർആന്റെ ഓരോ സൂറത്തും തമ്മിൽ ബന്ധമുണ്ട്. തൊട്ട് മുമ്പുള്ള സൂറത്തും തൊട്ട് ശേഷമുള്ള സൂറത്തുകളും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് വിജ്ഞരായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അധ്യായങ്ങൾ തമ്മിൽ മാത്രമല്ല ബന്ധം, അധ്യായങ്ങൾക്കുള്ളിലെ ആയത്തുകളുടെ ക്രമീകരണത്തിൽ ആയത്തുകൾ തമ്മിലും ബന്ധമുണ്ട്. ചില ബന്ധം നേർക്ക് നേരെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ചില ബന്ധങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ ചിന്തിക്കണം ഖുർആനിൽ എന്ന് അല്ലാഹു ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. ഇവിടെ എന്താണ് വകുല്ലിൽ മുഅ്മിനീന എന്ന് പറഞ്ഞിട്ട് മുഅ്മിനുകളോട് പറയാണ്, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നിയന്ത്രിക്കണം, ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കണം. എന്നിട്ട് പിന്നീട് വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ത്രീകളോടുള്ള മര്യാദ പറയുന്നു. സ്ത്രീകളോടും പുരുഷന്മാരോടും കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരുപോലെ അള്ളാഹു ഈ കാര്യം പറയുന്നു. എന്നിട്ട് കുടുംബബന്ധം സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളവർ, ഈ ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ കാണുക എന്ന് പറയുന്നതിന്റെ ആ യഥാർത്ഥത്തിൽ അവളുടെ ആ മറച്ചതിന് ശേഷം സ്വാഭാവികമായി പ്രകടമാകുന്നതുണ്ടല്ലോ, ആ പ്രകടമാകുന്നത് കഴിച്ച് കണിശമായ ഔറത്തിന്റെ ഭാഗമല്ലാത്ത ഒരു സ്ത്രീയുടെ സാന്നിധ്യം, പർദ്ദയൊന്നും മറക്കാതെ ഇടാതെ വീട്ടിൽ നടക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ നമ്മൾ ഒരാൾ ചെല്ലുമ്പോഴത്തെ ആ ഒരവസ്ഥ എന്നാണ്. അതിൽ കർമ്മശാസ്ത്രപരമായി പല ചർച്ചകളുമുണ്ട്. ഇല്ലാ മാ ലഹറ മിൻഹ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ആരുടെ മുമ്പിലൊക്കെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിന്റെ ലിസ്റ്റ് ആ ആയത്തിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആയത്ത് അവസാനിച്ചാൽ തൊട്ടടുത്ത ആയത്ത് വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള വിധവകളായ സ്ത്രീകളെ വിവാഹം ചെയ്യണം. അള്ളാഹു പറയാൻ, വിധവകളുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. ആദ്യമായിട്ട് വിവാഹം ചെയ്യുന്ന ഒരുത്തിന് തന്നെ ഒരു വിധവയെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ അതൊരു സൽക്കർമ്മമാണ് എന്നതാണ് അപ്പോൾ ആ സന്ദേശത്തിന്റെ അർത്ഥം. ഇവിടെ ഇപ്പോൾ വിധവകളെ വിവാഹം ചെയ്യുന്നത് പോയിട്ട് ഒരു 25, 30, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു 19, 20 വയസ്സുള്ള പെൺകുട്ടിയെ പോലും ഇഷ്ടപ്പെടാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നു എന്നത് വളരെ അധികം സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഏതവസ്ഥയിൽ?
ഇന്നിപ്പോൾ നമ്മുടെ സമുദായത്തിൽ ആൺകുട്ടികളാണോ പഠിക്കുന്നത്? നിങ്ങളുടെയൊക്കെ ഇപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആൺകുട്ടികളല്ല പഠിക്കുന്നത്. ആൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പല കാരണങ്ങളാലും പുറകോട്ട് പോവുകയും പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് അസാധാരണമായി മുന്നേറുകയും ചെയ്യുന്നു എന്നതാണ് മലപ്പുറം ജില്ലയിലെ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ പുതിയ പ്രതിഭാസം. അതിൽ ആരോഗ്യകരമായ നല്ല ഒരു വശമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി മുന്നേറുന്നു എന്നുള്ളതാണ്. അതിൽ അനാരോഗ്യകരമായ ഒരു ഘടകമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഭാവിയിൽ നല്ല അഭ്യസ്തവിദ്യരായ സ്ത്രീകളെ, ഇണകളെ കൊണ്ട് നടക്കാൻ താരതമ്യേന വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ ഭർത്താക്കന്മാർ സാഹസപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ അപകടാവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. പഠിക്കുന്നവർ പഠിക്കട്ടെ. പക്ഷേ സന്തുലിതത്വം, സമൂഹത്തിന്റെ കുഫുവൊക്കെ എന്നൊക്കെ നമ്മൾ പഴമക്കാർ പറയുമല്ലോ, അതിൽ ചില ശരികളുണ്ട്. പ്രയോഗ തലത്തിൽ തന്നെ അതൊരു സത്യമാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ എല്ലാവരുടെ കേസിലും കഴിയില്ല. പക്ഷേ സാധ്യമാകുന്നിടത്തോളം ഇത്തരം താളപ്പൊരുത്തങ്ങൾ ആരോഗ്യകരമായ ഇതിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായ ഘടകമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വഅൻകിഹുൽ അയമ മിൻകും, നിങ്ങളിലുള്ള വിധവകളെ നിങ്ങൾ വിവാഹം ചെയ്യണം. വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും, നിങ്ങളിലുള്ള സജ്ജനങ്ങളായ സ്ത്രീകളെയും സജ്ജനങ്ങളെയും അതുപോലെ അടിമകളായ നിന്നുള്ള സജ്ജനങ്ങളെയും നിങ്ങൾ പരിഗണിക്കണം. ഈ യകൂനു ഫുഖറാഹ, അവർ പാവങ്ങളാണെങ്കിലോ, പെണ്ണ് കാണാൻ പോയി പെണ്ണിനൊക്കെ പറ്റി നോക്കുമ്പോൾ തോട്ടമില്ല, അല്ലെങ്കിൽ കാറില്ല, ബിൽഡിംഗ് വീട് വലുപ്പമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പെണ്ണ് കാണാൻ പോയി എന്ന് പറയുന്നത് സത്യമല്ല. കാരണം അതിനപ്പുറവും ഇയാൾക്ക് നോട്ടമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പറ്റിയില്ല, വേറൊരു കുഴപ്പമില്ല. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, നിങ്ങൾ ബേജാറാണ്ട. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് ഇവരെ ധനികനാക്കിക്കൊള്ളും. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വളരെ വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ ഫദ്ല്, അള്ളാഹുവിന്റെ ഔദാര്യം, അതിൽ പ്രതീക്ഷ വെക്കാൻ കഴിയണം. ദീന് പരിഗണിക്കണം. لا تزوجوا النساء لحسنهن لا تزوجوا النساء لحسنهن فحسى حسنهن أن يرضيهن ولا تزوجوهن لأموالهن فعسى أموالهن أن يطغينهن. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തസവ്വജു നിസാഅ ലിഹുസ്നിഹിന്ന, നിങ്ങൾ സ്ത്രീകളെ അവരുടെ സൗന്ദര്യം എന്ന ഒരൊറ്റ പോയിന്റ് പരിഗണിച്ചുകൊണ്ട് വിവാഹം ചെയ്യരുത്. കാരണം ഫഅസാ ഹുസ്നഹുന്ന അൻ യുർദിയഹുന്ന, അവരുടെ ആ അസാധാരണമായ സൗന്ദര്യം പല ആപത്തിലും അവളെ കൊണ്ടുപോയി ചാടിക്കാനിടയുണ്ട്. അതിനൊക്കെ നിങ്ങളും വില കൊടുക്കേണ്ടി വരും. ഒരു സ്ത്രീ സുന്ദരിയാണ് എന്ന കാരണത്താൽ തന്നെ വിവാഹത്തിന് കൊള്ളാത്തവളാണ് എന്ന ഒരർത്ഥം ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതില്ല. ഒരുത്തൻ താൻ സ്വയം ഒരാൾ കണ്ണാടിയിൽ നോക്കാതിരിക്കുകയും അയാൾക്ക് തന്റെ ഇണയെ സംബന്ധിച്ച് വളരെ വിശാലമായ സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന മാനസികാവസ്ഥയെയാണ് നമ്മളിവിടെ സൗന്ദര്യ ഭ്രമം എന്ന് പറയുന്നത്. മറ്റേതൊക്കെ ഒരു ഒത്തുപോക്കിന്റെ ഭാഗമായിട്ടുള്ള സൗന്ദര്യമാണ്. സൗന്ദര്യമുള്ള ഒരു പുരുഷന്, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, അതാർക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്റെ ഇണ സുന്ദരിയായിരിക്കണം, എന്റെ കുറവും കൂടി ഓള് നികത്തണം എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം പിരിവിട്ടെടുത്ത് പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് കഴിഞ്ഞ ആഴ്ച ഖുത്ബയിലെ അവസാനം ഞാൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ സൗന്ദര്യം മാനദണ്ഡമാക്കരുത്. തുടർന്ന് പറയാണ്, വലാ തസവ്വജൂഹുന്ന ബിഅംവാലിഹിന്ന, നിങ്ങൾ അവരുടെ ധനം അടിസ്ഥാനപ്പെടുത്തിയിട്ടും നിങ്ങൾ വിവാഹം ചെയ്യരുത്. കാരണം എന്താണ്? ഫഅസാ അംവാലുഹുന്ന അൻ യുത്ഗിയഹുന്ന, ആ ധനം അവളെ ധിക്കാരിയാക്കും. ഇവന് കുറച്ച് പാവപ്പെട്ടവനാണ്, മറ്റോള് അവിടെ അത്യാവശ്യമുള്ള വീട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ നിങ്ങളുടെ അനുസരണമുള്ള ഒരു ഇണയായിട്ട് അവളെ കൊണ്ടു നടക്കാൻ നിങ്ങൾ നന്നേ പ്രയാസപ്പെടേണ്ടി വരും. എന്നിട്ട് റസൂൽ പറയാൻ, വലാകിൻ തസവ്വജൂഹുന്ന ലിദ്ദീൻ, ദീൻ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്യണം. വലഅമത്തുൻ സൗദാഉ ജബ്റാഉ ദാത്തു സൗദാ, ഒരു കറുത്തവളായ കാണാൻ താരതമ്യേന ഭംഗി കുറഞ്ഞ ദാത്തു ദീനിൻ, ഭംഗിയുള്ള ദീനുള്ള കാണാൻ കൊള്ളാത്ത ഒരു സ്ത്രീ, അതാണ് കൂടുതൽ ഉത്തമം, അഫ്ളൽ, അതാണ് കൂടുതൽ ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ പരിഗണനകൾ അട്ടിമറിച്ചതിന്റെ വില ഒടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ വളരെ സത്യമായ പ്രവചനങ്ങളാണ്. കേവല വേദാന്ത സ്വപ്നങ്ങൾ മാത്രമല്ല, ആ ഗൗരവത്തിൽ രക്ഷിതാക്കളും ബന്ധപ്പെട്ടവരും ഇതിനെ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിവാഹം സങ്കീർണമാക്കുന്നതിന്റെ ഒരു പ്രശ്നം, ഒരു വശം സാമ്പത്തികമാണ്. അത് സ്ത്രീധനമുണ്ട്,
തുടർന്നുള്ള അനുബന്ധങ്ങളിലൊക്കെയുള്ള സാമ്പത്തിക മാനദണ്ഡങ്ങളുണ്ട്. തീർച്ചയായും ആ മാനദണ്ഡങ്ങളിൽ നിന്ന് രക്ഷിതാക്കൾക്കും യുവാക്കൾക്കും മോചനം നേടാൻ സാധ്യമാകേണ്ടതാണ്. കാരണം അത്രയും നിസ്സാരമായ ഒരു മാനദണ്ഡമാക്കാവുന്നതല്ല ഇത്രയും ഉത്കൃഷ്ടമായ ഒരു കരാർ എന്നെങ്കിലും നന്ന ചുരുങ്ങിയത് ഇവർ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഘടകം, ഇന്ന് വിവാഹം സങ്കീർണമാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം സാമ്പത്തികമാണ്. രണ്ടാമത്തെ ഘടകം നേരത്തെ പറഞ്ഞ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. വിവാഹ രംഗത്ത് വിവാഹം സങ്കീർണമാക്കുന്നതിലെ മൂന്നാമത്തെ ഒരു വിഷം വിവാഹവുമായി നമ്മൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള മാമൂലുകളും ആചാരങ്ങളും നാട്ടുനടപ്പുകളുമാണ്. പൊങ്ങച്ചം, ധൂർത്ത്, ദുർവ്യയം, എന്തൊക്കെയാ അപ്പം നടക്കുന്നത് വിവാഹത്തിന്റെ പേരിൽ? ദീനിയായ ആളുകൾ വരെയും ഈ കാര്യത്തിലെത്തുമ്പോൾ കാലിടറിപ്പോകുന്നത് എങ്ങനെയാണ്? വളരെ ഗൗരവത്തോടെ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇന്നൽ മുബദ്ദിരീന കാനു വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിൽ ഇൻസാനി കഫൂറ. നിങ്ങൾ അങ്ങനെ ധൂർത്തരാകരുത്. പൊങ്ങച്ചം ഒരു വലിയ ഒരു സജീവമായി പ്രവർത്തിക്കുന്നു ഈ വിവാഹത്തോടൊപ്പം. കണ്ടമാന ആളുകളെ വിളിച്ചിട്ട് സദ്യ കൊടുക്കുന്ന വലിയ കല്യാണങ്ങൾ യഥാർത്ഥത്തിൽ ആ കുടുംബനാഥനുമായി ആ വീട്ടിൽ ചെന്നവർക്കൊക്കെ ഒന്ന് കുശലം പറയാനോ കൈ കൊടുക്കാനോ പോലും പറ്റാത്ത വിധം ഉള്ള വലിയ കല്യാണങ്ങൾ. അപൂർവം ചിലപ്പം ഏതെങ്കിലും പല പരിഗണന വെച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾ ഇത്തരം ഒരു സംരംഭം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ഫിഖ് അല്ല എൻ്റെ വിഷയം. ഞാൻ പറയുന്നത് അതിൻ്റെ സ്പിരിറ്റാണ്. വിവാഹം ലളിതമാകണം. വിവാഹത്തിന്റെ ലാളിത്യത്തെ സങ്കീർണമാക്കാൻ ഒരുത്തന് സാമ്പത്തിക ശേഷിയുണ്ടായി എന്നത് മാത്രം കാരണമാകരുത്. അതുകൊണ്ട് സാമ്പത്തിക സൗകര്യമുള്ളവർ കുറച്ചുകൂടി കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അങ്ങനെ ജാഗ്രത പാലിക്കാതെ കല്യാണങ്ങൾ 2-3 ദിവസം നടത്തുമ്പോൾ, എന്നിട്ട് ഓരോ ദിവസത്തെയും കല്യാണം തൊട്ട് മുമ്പത്തെ ദിവസത്തേക്കാൾ കേമമാണ് എന്ന് അതിൽ പങ്കെടുത്തവർ പറയണമെന്ന് ഇയാൾ കരുതുമ്പോൾ ഇയാൾ എന്താണ് സമ്പാദിക്കുന്നത് ഈ വിവാഹത്തിലൂടെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ധൂർത്തിനും ദുർവ്യയത്തിനും ഒക്കെ മാനദണ്ഡങ്ങൾ പരിധി വ്യത്യാസമുണ്ട്. പാവപ്പെട്ടവന്റെ മാനദണ്ഡമല്ല പണക്കാരന്. അള്ളാഹു അതിൽ തന്നെ കൊടുത്ത ഇളവ് നമുക്ക് നിയന്ത്രണം വെക്കാൻ പറ്റൂല. ഇതിനെ ഒക്കെ കാറ്റിൽ പറത്തുന്നു. അള്ളാഹു സാമ്പത്തിക ശേഷിയുള്ളവൻ, ദരിദ്രൻ, ധനികൻ, ഇവരുടെ ഇടയിൽ കൊടുത്ത ഒരു അല്പസ്വല്പം സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിന് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ സകല സീമകളും ഇവർ അതിലംഘിക്കുമ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിശാലത അവർ ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ. അത് ജീവിതത്തിലൊക്കെ ഉണ്ട്. ഇവർ നടന്നു പോകുമ്പോൾ അവർ കാറിൽ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് അവർ കാറിൽ സഞ്ചരിച്ചാൽ ഇവർക്ക് വിഷമമുണ്ടാകും എന്ന് നമ്മളാരും പറയാറില്ല. ആ ഒരളവിൽ അതിന് ന്യായമായ ചില വശങ്ങളുണ്ട്. അവർക്ക് അതിനനുസരിച്ച് ഉത്തരവാദിത്വവുമുണ്ട്. അള്ളാഹു കൂടുതൽ ഐശ്വര്യം നൽകിയവർക്ക് കൂടുതൽ ബാധ്യതയുമുണ്ട്. അവർ ചെലവഴിക്കണം, ആവശ്യമുള്ളതിൽ ചെലവഴിക്കണം. അനാവശ്യമായതിലെ ചെലവ് അവർ ചുരുക്കണം. എങ്കിലേ ആവശ്യമുള്ളതിൽ ചെലവഴിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട്, കുല്ലൗ അൻതും തംലികൂന കുല്ലൗ അന്നകും തംലികൂന ഖസാഇന റഹ്മത്ത് റബ്ബി. അല്ലാഹുവിന്റെ ആ റഹ്മത്തിന്റെ ഖജനാവ് മുഴുവൻ നിങ്ങളിൽ ഒരാളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ലഅംസക്തും ഖസിയത്തുൽ ഇംലാക്, തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ചെലവഴിക്കാൻ നിർത്തിവെക്കുമായിരുന്നു. ഇയാളെ ഖജനാവ് തീരും എന്ന് മാത്രമല്ല ഇയാളുടെ പേടി, അള്ളാന്റെ ഖജനാവ് തന്നെ കൈകാര്യം ചെയ്യാൻ ഇയാളെ ഏൽപ്പിച്ചാലും ഇയാളത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുമായിരുന്നു. ചെലവഴിച്ച് തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട്. ഈ ഏറ്റവും കൂടുതൽ പിശുക്ക് കാണപ്പെടുന്നത് ഏറ്റവും വലിയ ധൂർത്തരിലാണ് എന്ന് നിങ്ങൾ അറിയണം. ഏറ്റവും മിതവ്യയമായ ജീവിതം കാണപ്പെടുന്നത് ഏറ്റവും ഉദാരന്മാരായ ജീവിതത്തിലാണ് എന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ധാരാളിത്തം കാട്ടരുത് എന്ന് പറയുന്നത് നിങ്ങൾ വഴിപോക്കരായ ആളുകൾക്കും പാവങ്ങൾക്കും അഗതികൾക്കുമൊക്കെ അവരുടെ അവകാശം നൽകണം എന്ന് കൽപ്പിച്ചതിന് ശേഷമാണ്. ഈ അവകാശങ്ങളൊക്കെ നിറവേറ്റുന്ന ഔദാര്യനായ ഒരാൾ അയാളുടെ കാര്യത്തിൽ മിതവ്യയമുള്ളവനായിരിക്കും. ആ സ്വന്തം കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെയും പിശുക്കനായ ഒരാൾ സ്വന്തം കാര്യത്തിൽ ധൂർത്തനായിരിക്കും. അങ്ങനെ സമൂഹത്തിൽ വലിയ കല്യാണങ്ങളിലൂടെയും വലിയ വീടുകളിലൂടെയും ചെറുതാവാനല്ല ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ്. വലിയ കല്യാണങ്ങളും വലിയ വീടുകളും നമ്മെ വലുതാക്കുകയല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ ചെറുതാക്കുകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വിവാഹം ലളിതമാക്കണം, വിവാഹം സുന്ദരമാകണം, വിവാഹം സമൂഹത്തിലെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാത്ത ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടാകണം. വിവാഹം വളരെ ശക്തമായ ഒരു തലമുറകളുടെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഏറ്റവും തൃപ്തിപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അസ്ഥിവാരമായിട്ട് തറക്കല്ലിടലായിട്ട് മാറണം.
അത്രയും വലിയ ഒരു കർമ്മത്തിനാണ് ഞാൻ നേതൃത്വം കൊടുക്കുന്നതെന്ന് എന്ന്, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു കർമ്മത്തിനാണ് ഞാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്, അല്ലെങ്കിൽ അത്തരം വലിയ ഒരു മഹത്തായ കർമ്മത്തിലേക്കാണ് ഞാൻ കാലെടുത്തു വെക്കുന്നത് എന്ന് മുസ്ലിം സമൂഹത്തിലെ ഓരോ രക്ഷിതാവും ഓരോ യുവാവും വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. അല്ലെങ്കിൽ ഇഹലോകത്തും നാളെ പരലോകത്തും ഈ വിവാഹം എന്ന ഒരൊറ്റ കാര്യത്തിൽ കാലിടറിയതിന് നമ്മൾ വില കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ വില കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ കണ്ണീര് കുടിക്കുന്ന ജീവിതങ്ങൾ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് കാണാനാവും. ലിതസ്കുനു ഇലൈഹ മവദ്ദതൻ വറഹ്മ, അവളിലേക്ക് സന്തോഷത്തോടെയും കാരുണ്യത്തോടെയും നിർവൃതി അടയാൻ എന്ന് പറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾ പ്രത്യക്ഷത്തിൽ ദമ്പതികളായി അങ്ങനെ ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന മട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനാവും. ഈ എല്ലാ വ്യതിചലനങ്ങളുടെയും ഈ എല്ലാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അക്ഷരത്തെറ്റുകളുടെയും കാരണം അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ച വഴികൾക്ക് നമ്മൾ ഗൗരവം നൽകുന്നില്ല എന്നതാണ്. ആ അർത്ഥത്തിൽ ഈ വശത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.